പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിൻ്റെയും ജനപ്രിയങ്ങളായ ഒരുപാട് സൗകര്യങ്ങളെക്കുറിച്ച് പബ്ലിക്കിനെ അവെയർ ചെയ്യുന്ന ഒരു വീഡിയോ കൂടെയാണ് ഇന്ന് ഞാൻ ആരംഭിക്കുന്നത്. അതായത് നമ്മളുടെ കേസിൽ പബ്ലിക്കിന് പലപ്പോഴും അവെയർനെസ് കിട്ടാത്ത കാരണം, അല്ലെങ്കിൽ അവർക്ക് ഒരു പോസ്റ്റ് ഓഫീസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് അവരും കൂടെ അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പം ഞാനൊരു വീട് വയ്ക്കുന്ന സമയത്ത് എവിടെ ജനൽ വയ്ക്കണം, എവിടെ വാതിൽ വയ്ക്കണം എന്നുള്ളത് ഞാൻ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ വീട് വാതിൽ വയ്ക്കേണ്ട അടുത്ത് കട്ടിൽ വെച്ച് പോയ ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയൊരു പെശക് പറ്റാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ, പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് പബ്ലിക്കിനെയും കൂടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള എൻ്റെ പല പോസ്റ്റ് ഓഫീസിലെ സുഹൃത്തുക്കൾക്കും സഹായകമാകുന്ന ഒരു വീഡിയോ കൂടെയാണ് ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ വളരെ സിമ്പിളെന്ന് വിചാരിക്കാം, പക്ഷേ എങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടാകും പലപ്പോഴും. ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പലർക്കും ഈ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടാകും, QR കാർഡ്. പക്ഷേ അതെന്തിനാണെന്ന് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല അവർക്ക്. മാത്രമല്ല, ആ കാർഡ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഫോൺ മാറ്റുമ്പോഴൊക്കെ പുതിയ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനൊക്കെ അക്കൗണ്ട് നമ്പർ അറിയണം, കസ്റ്റമർ ID അറിയണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പക്ഷേ പലപ്പോഴും അത് ബുക്കായിട്ടൊന്നും ഇല്ലാത്തത് കാരണം വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവരുടെ യൂസർ ID പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ അവരവിടെ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർമിഷൻ കൊടുത്തിട്ട് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒത്തിരി തരത്തിലുള്ള കഴിഞ്ഞ ദിവസം കാണിച്ച പോലത്തെ ഒരു മെനൂസ് കിട്ടും. അപ്പോൾ ഈ മെനൂസിൽ കസ്റ്റമർ ID കിട്ടാനാണെങ്കിൽ നമ്മളിതിൻ്റെ താഴേക്ക് പോയാൽ ബാലൻസ് എൻക്വയറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ഈ ബാലൻസ് എൻക്വയറി എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആരുടെയെങ്കിലും ഈ കാർഡ്, ഏതെങ്കിലും ഒരു QR കാർഡ് ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ QR കാർഡിൽ നിന്നും നമ്മളതിൻ്റെ QR ജസ്റ്റ് ഒന്ന് എടുക്കുക. അതല്ലെങ്കിൽ QR കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു അവരുടെ ഫോൺ നമ്പറോ ആധാർ നമ്പറോ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഈ 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. അക്കൗണ്ട് നമ്പർ ഉണ്ടാവും, ആധാർ നമ്പർ ഉണ്ടാവും, മൊബൈൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ അക്കൗണ്ട് നമ്പർ അറിയില്ല നമുക്ക്. അങ്ങനെ സന്ദർഭങ്ങളിൽ അവരുടെ ഫോൺ നമ്പർ ഒന്ന് അടിക്കുക. ജസ്റ്റ് ഒന്ന് ഫോൺ നമ്പർ എഡിറ്റ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ അതിലേക്ക് OTP വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ കിട്ടും. ആ OTP ഒന്ന് പറയൂ കേട്ടോ. നമുക്കിതേപോലെ ആളുടെ കസ്റ്റമറിൻ്റെ ഇതിലേക്ക് ഒരു OTP വിടുമ്പോൾ അത് നമുക്ക് കിട്ടും. ആ കസ്റ്റമറോട് ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും. പറയൂ. 244606. ഇതേപോലെ ഒരു OTP ഉണ്ടാകുമ്പോൾ അത് നമ്മളതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫോൺ നമ്പർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സെർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്കിപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സ്കിപ്പ് എന്ന ഓപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിൻ്റെ കസ്റ്റമർ ID, ഈ ആളുടെ പേരിൻ്റെ തൊട്ട് താഴെ തന്നെ കസ്റ്റമർ ID ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ കസ്റ്റമർ ID നമുക്കത് ഉപയോഗിച്ചാണ്ട് അക്കൗണ്ട് നമ്പറും യൂസ് ചെയ്താണ്ട് ബാക്കി എന്താ കാര്യങ്ങൾ ചെയ്യുക. അവിടെ ബാലൻസ്, ഇതിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ബാലൻസ് കാണാനുള്ളതും ലാസ്റ്റ് 10 ട്രാൻസാക്ഷൻ കാണാനുള്ള പ്രൊവിഷൻ അതിലുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കസ്റ്റമർ ID കണ്ടെത്താം.